അമേരിക്കയിലെ മനം മടുപ്പിക്കുന്ന തിരക്കുകളിൽ നിന്ന് കുറച്ചുകാലം വിശ്രമം. കുടുംബസമേതം അദ്ദേഹം തന്റെ പിതൃരാജ്യത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ന്യൂയോർക്ക് തുറമുഖത്ത് നിന്നും ക്യൂൻ എലിസബത്തിൽ സതാംപ്ടണിലേക്കുള്ള കടൽ യാത്രയുടെ 2ാം നാൾ. നടുക്കടലിൽ വെച്ച് ചാപ്ലിൻ റേഡിയോയിലൂടെ ആ വാർത്ത അറിഞ്ഞു. അമേരിക്ക ചാപ്ലിനെ പുറത്താക്കിയിരിക്കുന്നു. അമേരിക്കയിലേക്ക് തിരികെ വരാൻ ചാപ്ലിനെ അനുവദിക്കേണ്ടെന്ന സർക്കാർ തീരുമാനമനുസരിച്ച് അറ്റോർണി ജനറൽ ജെയിംസ് മക്കാർണിയുടേതാണ് പ്രഖ്യാപനം. ചാപ്ലിൻ രാജ്യത്തിന് പുറത്തു കടക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഭരണകൂടം. എന്തിനായിരുന്നു ഇത്രയും വലിയ ഒരു ചതിയെന്ന് എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഒരു ജന്മം കൊണ്ട് സമ്പാദിച്ചതെല്ലാം അമേരിക്കയിലാണ്. ഇനി ഒരിക്കലും അവിടേക്ക് എത്തരുതെന്ന് ഭരണകൂടം വിലക്കുന്നു. അപ്രതീക്ഷിതമായ ഈ ഇരുട്ടടിയിൽ ചാപ്ലിൻ പകച്ചുപോയി. കപ്പൽ സതാംപ്ടൺ തുറമുഖത്തടുത്തു. ചാപ്ലിനെ പത്രപ്രവർത്തകർ വലയം ചെയ്തു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആക്രമണങ്ങളെ അതിനിശിതമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു. ഇത് കലാകാരന്മാരുടെ കാലമല്ല, രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട കാലമാണ്. ചെറിയ വിമർശനങ്ങളെപ്പോലും അവർ അസഹിഷ്ണുതയോടെയാണ് വീക്ഷിക്കുന്നത്. ഞാനൊരു കലാപകാരിയല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ മാത്രം വിശ്വസിക്കുന്നു. തന്റെ നയം വ്യക്തമാക്കിയ ശേഷം ചാപ്ലിൻ അക്ഷോഭ്യനായി പുറത്തേക്കിറങ്ങി. ഹോളിവുഡിലെ മായക നക്ഷത്ര ലോകത്തു നിന്നും തിരസ്കൃതനായെങ്കിലും അവിടെ നിന്ന് മനുഷ്യ മനസ്സിലേക്ക് കുടിയേറിയ ചാപ്ലിനെ കാണാൻ ഒരു വൻ പുരുഷാരം സതാംപ്ടൺ തുറമുഖത്തിന് പുറത്തും അദ്ദേഹം കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പൂച്ചെണ്ടുകൾ നൽകിയും പൂക്കൾ വാരി വിതറിയും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അയഞ്ഞു തൂങ്ങിയ പാൻസും വലിയ ഷൂസും ഇറുകിയ കോട്ടും ബൗളർ ഹാറ്റും മുറി മീശയും കയ്യിൽ ഊന്നുവടിയുമായി എത്തിയ 100 കണക്കിന് ചാപ്ലിന്മാരുണ്ടായിരുന്നു ആ ജനക്കൂട്ടത്തിൽ.